വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് ഇഡ്ഡലി ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓണിയൻ ചട്നിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ ഓട്സ് ഇഡ്ഡലി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, അതേസമയം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചട്നി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാമ്പാർ പൊടിയും അതേപോലെ തന്നെ തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത അടിപൊളിയായിട്ടുള്ള സാമ്പാർ, അതും ഒരുപാട് പേര് കണ്ടിട്ടില്ല. അത് നിങ്ങൾ എന്തെങ്കിലും തയ്യാറാക്കി നോക്കണം. ചെയ്തു നോക്കിയവർക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു. കാരണം അതിപ്പോ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഇഡ്ഡലി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓട്സ്. ഇതിപ്പോൾ വളരെ നൈസായിട്ടുള്ള ഓട്സ് ആണ്, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓട്സ് ആണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, എന്നാൽ പോലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് ആ ഓട്സിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യുക്ക് കുക്കിംഗ് വൈറ്റ് ഓട്സ് ആണ്. 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെയിം കടായി തന്നെ എടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഞാനിവിടെ എനിക്കിപ്പോൾ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ റവ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ ചന ദാൽ, അതായത് കടലപ്പരിപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ പുത്രന്മാർ 2 പേരും അത് കഴിക്കില്ല. ഇന്ന് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലപ്പരിപ്പ് നന്നായിട്ട് കുക്കാവില്ല, ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും കടലപ്പരിപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു അല്പം ഉഴുന്നുപരിപ്പ് ഓപ്ഷനിലാണ്. നിങ്ങളുടെ അടുത്ത് ഉഴുന്നുപരിപ്പ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കടിക്കാൻ കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തീ എപ്പോഴും കുറച്ച് വെക്കണം. അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ പൊട്ടി തെറിക്കുക, അതൊന്ന് സൂക്ഷിക്കുക. അതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവും. അതുകൊണ്ടാണ് ഒരു ക്യാരറ്റ് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1-2 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് ഓട്സിന് 1/2 ഗ്ലാസ് റവ എന്നാണ് കണക്ക് കേട്ടോ. മതിയാകും. ഇതിലേക്ക് 1/2 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും ഒന്ന് വറക്കണം കേട്ടോ. റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. എങ്കിൽ പോലും ആ റവയാണെങ്കിൽ പോലും ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മറക്കരുത്. 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റ് ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ, പച്ചക്കറി ഇല്ലെങ്കിലും ഉണ്ടാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഒരു കുറച്ചും കൂടെ കളർഫുൾ ആവുന്ന മാത്രം. നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് ചേർക്കാം. കുട്ടികൾ പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വിദ്യയാണിത്. ഇതേപോലെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിടാം. എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം ചേർക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റോളം ഞാൻ ഇത് വഴറ്റിയിട്ടുണ്ട്. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കറിവേപ്പില ആയാലും കുഴപ്പമില്ല. അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു അല്പം കായത്തിൻ്റെ പൊടി, കായത്തിൻ്റെ പൊടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. കായത്തിൻ്റെ പൊടി താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. കായത്തിൻ്റെ പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു അല്പം മാത്രം ഇടാൻ പാടുള്ളൂ. കായത്തിൻ്റെ പൊടി കൂടി കഴിഞ്ഞാൽ കയ്പ്പരസം വരും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ച കായാണ് കേട്ടോ.
അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് കുക്കാവുന്ന ഓട്സ് ആയതുകൊണ്ട് ഇത് ഞാൻ പൊടിച്ചിടുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റോൾഡ് ഓട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ കുക്കാവാണ്ട് കിടക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ച് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പകുതി പൊടിച്ചിട്ടും പകുതി പൊടിക്കാണ്ട് ഇടാം. എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റവ ചേർക്കുന്ന ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ടുള്ള 1 ഗ്ലാസ് തൈര്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ തൈര് 1 ഗ്ലാസ് വേണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തൈരായാലും കുഴപ്പമില്ല. ഇത് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഈ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസും പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കുക. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം എനിക്കിപ്പോൾ അറിയാം, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എത്ര വെള്ളം വേണ്ടി വരുന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓട്സ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ ആദ്യം ഒഴിച്ച് കൊടുക്കൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ഇടരുത്. നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പിടുമ്പോൾ. ഉപ്പ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിടാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം മാത്രമേ നമുക്ക് ചേർക്കേണ്ടതുള്ളൂ, അതായത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ സോൾട്ട്. ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പക്ഷേ ഈ സമയത്തല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഈ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ സോൾട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 20 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാനിവിടെ കൂട്ടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ച് റവയോ അല്ലെങ്കിൽ ഓട്സോ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എനിക്ക് അല്പം കൂടി ഉപ്പ് വേണം. ബാക്കിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മാവ് ഒരുമിച്ച് നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ സോൾട്ടോ ചേർത്ത് കൊടുക്കാം. അതേസമയം നിങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഹാഫാക്കി എടുക്കാം. ഇതിന് വേറൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ പകുതി ഒഴിച്ചതിന് ശേഷം അതിലോട്ട് മാത്രം ഈനോ സോൾട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർക്കാൻ പാടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ സോൾട്ടോ ചേർത്തതിന് ശേഷം കുറേ നേരം വെക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പക്ഷേ ഇതിപ്പോൾ എല്ലാം മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ മൊത്തം ഈ മാവിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് ഞാൻ 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം ഈനോ സോൾട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കട്ടോരി, അതായത് സ്റ്റീലിൻ്റെ ഡവറയില്ലേ, നമ്മൾ ഡവറാന്നാ പറയാം, ഈ ഡവറയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കിയുള്ള മാവ് സാധാരണ ഇഡ്ഡലി തട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുപോലെ ഡവറ എടുക്കുക. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബൗളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ കട്ടോരി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, അതായത് സ്റ്റീലിൻ്റെ ഡവറ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ മുഴുവനും ഒഴിക്കാൻ പാടില്ല, ഒരു 1/4 ഗ്ലാസോളം മാത്രം ഒഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡവറുള്ള കാരണം ഡവറയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഡവറയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി വെക്കണം. ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ട് ഓയിൽ പുരട്ടാൻ പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കടായിൽ ഒരു വലിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. വെള്ളം ഇതിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഏത് പ്ലേറ്റ് വേണമെങ്കിലും, ഒരു സ്റ്റീലിൻ്റെ ബൗൾ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കട്ടോരി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈനോ സോൾട്ട് ആണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നേക്കാളും ജസ്റ്റ് മുന്നേ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇത് എത്തിയെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ ഇതിലോട്ട് മാറ്റാം. ഒരുപാട് നിറയ്ക്കരുത്. ഇതിൻ്റെ ഒരു അരഭാഗം മാത്രം മതിയാകും. ഓക്കെ, ഇത് നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 8-10 മിനിറ്റ് കേട്ടോ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ആയിട്ടില്ലെങ്കിൽ കൂടുതൽ നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടിൻ്റെ ഒരു 1/2 പോർഷൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലും ഒരുപാട് കുത്തി നിറയ്ക്കരുത്.
മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വരാം. ഇതൊരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ടില്ല. ഇത് കുഴി കൂടുതലുള്ള പാത്രമല്ലേ. നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 12 മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഇവിടെ കുത്തി നോക്കുകയാണ്. കണ്ട ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ഇഡ്ഡലി അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചൂടോട് കൂടി നമ്മളിത് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അത് പെട്ടെന്ന് വിട്ടു പോരില്ല. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഇഡ്ഡലി റെഡി. അപ്പോൾ ഇത് കട്ടി കൂടുതലുള്ള കാരണമാണ് എനിക്ക് 12 മിനിറ്റ് എടുത്തത്. സാധാരണ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് 8 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു അല്പം ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഓട്സ് ഇഡ്ഡലി ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിക്കാം. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്ത സാമ്പാർ. അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടില്ല അത്. ഇപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ അമ്മാമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടോളൂ. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓണിയൻ ചട്നി. അതുപോലെ തന്നെ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള തേങ്ങ ചട്നി. ഇത് കൂടിയിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് വീണ്ടും കൊതി തരാൻ വേണ്ടിയിട്ട് അതിലൊന്ന് മുക്കുക, ഇതിൽ കുറച്ചൊന്ന് മുക്കുക. പിന്നെ സാമ്പാറിനും സങ്കടമാവില്ല. അപ്പോൾ സാമ്പാറിലൊന്ന് മുക്കുക. ഡിവൈൻ, വേറൊന്നും വാക്കുകളില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ മോന് ദേ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുകൊടുക്കട്ടെ. എൻ്റെ മുത്തേ ദേ ഹോട്ട് ചോക്ലേറ്റ്, ചക്കടയുടെ ഫേവറേറ്റ്. കുടിച്ച് നോക്ക്, ചൂട് നോക്ക്. ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാവണ്ടേ. പിന്നെ തണുപ്പിച്ചാണോ ഹോട്ട് ചോക്ലേറ്റ് തരാം? അതിപ്പോൾ എന്നെ കോൾഡ് ചോക്ലേറ്റ് എന്നല്ലേ പറയാം. ഇരുന്ന് എൻജോയ് ചെയ്യും. മാഷ്മലോ ഇല്ല പറയും. It smells so good. It's so good. Tastes like chocolate. In bubbles. അവന് ഇടയ്ക്ക് ഒരു പുതിയ തോന്നും ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ. കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മ ക്രീമൊന്നും ഇട്ടില്ല. നൈസ്. കുടിച്ചോട്ടാ.